ഞാനൊരു അമിത മദ്യാസക്തൻ ദൈവസഹായത്താലും ഈ മഹത്തായ ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ്മയിൽ ഉള്ളത് കൊണ്ടൊന്നും മദ്യപിച്ചിട്ടില്ല. പേര് ഹരിഹര ലക്ഷ്മണൻ. വളരെ സന്തോഷം. ഹായ് ലക്ഷ്മണൻ. ഹായ് 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 ലക്ഷ്മണൻ. ഹായ് 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 ഹായ്. ഈ ഇതുപോലെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഈ ദ സ്റ്റെപ്സ് വി ടുക്ക് എന്നുള്ള പുസ്തകം വായിക്കാനും അത് എനിക്കറിയാവുന്ന പോലെ അതിലെന്താണോ ഉള്ളടക്കം ഉള്ളത് എന്നത് പറയാൻ ശ്രമിക്കാനൊക്കെ ഒരു സന്ദർഭം കിട്ടിയതിന് വളരെ നന്ദിയുള്ളവനാവുന്നു. എന്തായാലും ഇന്നിപ്പോ അശോകൻ ഇല്ലാന്ന് പറഞ്ഞു കേട്ടു. അപ്പൊ ഞാൻ കുറച്ചു നേരം ഇങ്ങനെ വായിക്കാം. ഒരു 11 മണി ആവുന്നവരെ എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോരുത്തരും ഷെയർ ചെയ്യെങ്കിലും ചെയ്യാം. അപ്പൊ ഈ എന്താ വെച്ചാൽ ഈ ഒരു വിഷയം എനിക്ക് മാത്രം അറിയുന്നതല്ല, നമ്മളെല്ലാവർക്കും അറിയുന്നതാണ്. സാഹചര്യം കൊണ്ട് ഓരോരുത്തരും ഓരോ പ്രവൃത്തി ചെയ്യാണ്. ചിലവർ ഷെയർ ചെയ്യുന്നു, ചിലവർ കേൾക്കുന്നു, ചിലവർ മീറ്റിംഗ് മോഡറേറ്ററായിട്ട് ആ രീതിയിൽ ഒരു പ്രവർത്തനം ചെയ്യുന്നു. പല രീതിയിലും. അതുപോലെ ചില ആളുകൾ ഇത് കൂടുതൽ ആൾക്കാരെ എത്തിക്കാനായിട്ട് കുറച്ചുകൂടി കഠിനാധ്വാനം ചെയ്യുന്നു. അവർ താല്പര്യപ്പെട്ടുകൊണ്ട് ചെയ്യുന്നു. ഇത് പലതും പല രീതിയിലും പല ആളുകളും ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് ഇന്നും ഈ രീതിയിൽ നടന്നു പോകുന്നത്. എന്നെ പോലുള്ള ആളുകളൊക്കെ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കുകയും ചെയ്യാൻ ഈ ഒരു സംഭവം ഇന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടും നടക്കുന്നത് കൊണ്ടും തന്നെയാണെന്ന് ഞാൻ ഈ സമയത്ത് വിശ്വസിക്കുന്നു. ഞാൻ നന്ദിയുള്ളവനാണ് ദൈവത്തിനോടും നിങ്ങളെല്ലാവരോടും, ആൽക്കഹോളിക്സ് അനോണിമസ് കൂട്ടായ്മയിലെ എല്ലാവരോടും നന്ദിയുള്ളവനാണ്. ഞാനത് ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഏതായാലും നമ്മൾ അന്ന് വായിച്ചു നിർത്തിയ സ്ഥലം നമ്മൾ ഈ ആഹാര രീതിയെ കുറിച്ചൊക്കെ ആയിരുന്നു. അതായത് മാറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങള് നമ്മൾ ചെയ്യേണ്ടി വരും. പിന്നെ ഇഷ്ടമല്ലാത്ത ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള കാര്യങ്ങള്, അതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മൾ വായിച്ചതെന്ന് എല്ലാം ഓർക്കുന്നുണ്ട്. അപ്പോ ഇത് ഈ ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതായത് നമുക്ക് പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ ചെയ്യാതിരിക്കണമെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ചെയ്യാതാവണം. അങ്ങനെ ആയിട്ട് പിന്നെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആദ്യം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടതായി മാറുകയും ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടാതാവുകയും ചെയ്യും. ഇതായിരുന്നു എൻ്റെ ഒരു മനസ്സിലാക്കൽ ഇതുവരെ നമ്മൾ വായിച്ചത്. അതിനാണ് വെയിറ്റ് ലോസിനെ കുറിച്ചൊക്കെ, ഈറ്റിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അവര് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതി മനസ്സിലാക്കി കാണിച്ചു തന്നു. ആസ് യുവർ ബോഡി ബിഗിൻസ് ടു ചേഞ്ച് ആൻഡ് യു സ്റ്റാർട്ട് ലൂസിങ് വെയിറ്റ്, യു തിങ്ക് ബെറ്റർ അബൌട്ട് യുവർ സെൽഫ്. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. അതായത് നമ്മുടെ ആവശ്യം, നമുക്ക് ഒബ്ജക്ഷണബിൾ ആയിട്ടുള്ള സംഭവം എന്താണ്? എന്റെ ഓവർ വെയിറ്റ് ആണ്. അപ്പൊ എന്റെ ഓവർ വെയിറ്റ് കുറഞ്ഞു വരികയും ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ തുടങ്ങുകയും പിന്നെ കാണാൻ കുറച്ചുകൂടി നല്ല ഭംഗിയുള്ള ബോഡിയായി മാറുമ്പോഴും എന്താ സംഭവിക്കുന്നത്? യു തിങ്ക് ബെറ്റർ അബൌട്ട് യുവർ സെൽഫ്. എനിക്ക് എന്നെ കുറിച്ചുള്ള ഒരു ധാരണ തന്നെ കൂടി വരും, നല്ല രീതിയിൽ കൂടി വരും. യുവർ സെൽഫ് എസ്റ്റീം ഗോസ് അപ്പ്. യു ക്യാൻ ഡു തിങ്സ് യു കുഡിൻ ഡു ബിഫോർ. എനിക്ക് എന്നെ കുറിച്ചുള്ള ധാരണ കൂടി വരും. എനിക്കൊരു സെൽഫ് എസ്റ്റീം, എന്നെ കുറിച്ച് എന്താ പറയാ, ആത്മധൈര്യം അല്ലെങ്കിൽ ഞാൻ എന്നെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് തന്നെ മാറാൻ സാധിക്കും. എനിക്ക് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നേരത്തെ ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റാൻ സാധിക്കും. യു ഹാവ് ഡിഫറെന്റ് റിലേഷൻഷിപ്സ്. അങ്ങനെ ആവുമ്പോൾ എന്റെ ബന്ധങ്ങൾ വ്യത്യസ്തമാവും. യുവർ ലൈഫ് ഈസ് റിയലി ബിഗിനിങ് ടു ചേഞ്ച് ആസ് എ റിസൾട്ട് ഓഫ് ദിസ്. ഇവിടെ പറയുന്നത് വെയിറ്റ് കുറയുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതിൽ കിട്ടുന്ന ഒരു ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് മദ്യാസക്തി എന്ന രോഗം
പിടിപെടുകയും അതിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ വരികയും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ആദ്യം ചെയ്യുകയും ഒരുപക്ഷെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായി ഇപ്പൊ എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, അത് ഡിഗ്രി വേരീസ്. പക്ഷെ ഇഷ്ടപ്പെടാത്തതുപോലെ തോന്നിയേക്കാം ചിലവർക്ക് പേടി ഉണ്ടാവാം പല രീതിയിലും. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് കയറി വരുമ്പോൾ ഉള്ള ആ ഒരു സമയത്തെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ അതിനുശേഷം മദ്യപാനത്തിൽ നിന്നും ഒഴിവായിട്ടുള്ള ജീവിതത്തിന്റെ സുഖങ്ങൾ അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ ഉള്ള കാര്യത്തെ അപ്പോഴാണ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ പലതും ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഒരു കാര്യത്തെ കുറിച്ചാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇതിപ്പോ ഞാൻ വായിക്കുന്നതുകൊണ്ട് ഞാൻ പറയണം, ഇതുപോലെ നിങ്ങൾ എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ ഉദാഹരണങ്ങൾ ഉണ്ടാവും. എങ്കിലും ഞാനിത് പറയുമ്പോൾ നമുക്ക് തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ്. എനിക്ക് ഒന്നുമില്ല, വലിയ കാര്യമൊന്നുമല്ല. എനിക്ക് ട്രെയിൻ യാത്ര ചെയ്യണമെങ്കിൽ ശരിക്കും ഒരു കാര്യം നിർബന്ധമാണ്. സാധാരണഗതിയിൽ ട്രെയിൻ യാത്ര ചെയ്യണമെങ്കിൽ എല്ലാവർക്കും ഒരു കാര്യം നിർബന്ധമാണ്, ടിക്കറ്റ് നിർബന്ധമാണ് അല്ലെ. ഇപ്പൊ നമ്മള് നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടിക്കറ്റ് കയ്യിലെടുക്കണം. അല്ലെങ്കിൽ അപ്പൊ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ കാരണവന്മാരൊക്കെ ചോദിക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഇവിടെയൊക്കെ പണ്ടത്തെ സ്റ്റൈൽ അതാണ്. ഇന്നൊക്കെ പിന്നെ ഇപ്പൊ ഓൺലൈനായി ഫോണിൽ തന്നെ ടിക്കറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോ ഞാൻ പലപ്പോഴും ഞാൻ തന്നെ ഈ കാര്യം ചിന്തിക്കാറുണ്ട്. എനിക്ക് പിന്നെ എന്റെ മദ്യപാനം വളരെ രൂക്ഷമായ സമയത്ത് എനിക്ക് ടിക്കറ്റ് വലിയ പ്രശ്നമില്ല. ഞാൻ എന്തെങ്കിലും ടി ആയിട്ടൊക്കെ ഒപ്പിച്ചൊക്കെ ഞാൻ ടിക്കറ്റ് ഇല്ലാതെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ മദ്യം എനിക്ക് നിർബന്ധം. ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട്, ഞാൻ എന്താ ഇങ്ങനെ. എനിക്ക് വണ്ടി കയറാനുള്ള നിർബന്ധമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഒരു നിർബന്ധമായിട്ടുള്ള സാധനം എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ബോധയുടെ അല്ല. അതെന്തെങ്കിലും ചെയ്യാം, ആദ്യം TTRന് വല്ല എന്തെങ്കിലും കൈമണി കൊടുക്കുക എന്തെങ്കിലും ചെയ്ത് അങ്ങനെ പോയിട്ടുമുണ്ട്. ഒരുപാട് പ്രാവശ്യം അങ്ങനെ യാത്ര ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് അൺറിസർവ് കയറി പോകാനൊന്നും, അകത്ത് ലിക്കർ അകത്ത് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അൺറിസർവ്ഡോ ബാത്റൂമോ എവിടെ വേണമെങ്കിൽ കിടന്ന് ഞാൻ പൊക്കോളും, അതൊന്നൊരു വിഷയമല്ല. പക്ഷെ മദ്യം നിർബന്ധമായിട്ട് എനിക്ക് വേണം. അതിനു വേണ്ടിയിട്ടില്ല. ഞാനിപ്പോ ഈ കാരണവന്മാര് ടിക്കറ്റ് എടുത്തോ എന്ന് ചോദിക്കുന്ന കാര്യം എടുത്തു പറയാൻ കാരണം ആ രീതിയിലല്ല. ഞാൻ മദ്യം ഞാൻ കൊണ്ടുപോകുന്ന ബാഗിൽ ഒരു കുപ്പി മദ്യം സുരക്ഷിതമാക്കാൻ ഞാൻ എപ്പോഴും മുൻകൂർ പിന്നെ നേരത്തെ തന്നെ അതിനുവേണ്ടി വളരെ കെയർ എടുക്കാറുണ്ട്. അപ്പൊ അവിടെയാണ് ഈ പറഞ്ഞ കാര്യം. അതായത് അപ്പൊ എനിക്ക് മദ്യം ഒരു വളരെ ഒരു കമ്പൽസീവ് ആയിട്ടുള്ള ആവശ്യമുള്ള സാധനമായിരുന്നു. അപ്പൊ ഇന്നൊക്കെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് അതാണ് ഇവിടെ പറഞ്ഞ ആ ഒരു കാര്യം. എനിക്ക് നേരത്തെ ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഇപ്പൊ വളരെ സുലഭമായിട്ടും വളരെ സന്തോഷമായിട്ടും ഒരു പ്രശ്നമില്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു നിർബന്ധമില്ലാതെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വളരെ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള കുറച്ചുകൂടെ ഒരു കാമായിട്ടും ഒരു പ്രശാന്തമായിട്ടും ഒക്കെ ഒരു യാത്രക്ക് പുറപ്പെടാനും നേരത്തെ തന്നെ പ്ലാറ്റ്ഫോമിൽ പോയിരിക്കാനും അല്ലെങ്കിൽ ഓട്ടോ പിടിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ഈ ഒരു മാനസികാവസ്ഥയൊക്കെ എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് എനിക്ക് മാത്രമല്ല ഈ പ്രോഗ്രാമിലുള്ള എല്ലാവർക്കും ഉണ്ടാവുന്നത് തന്നെയാണ്. അപ്പൊ ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞു മാത്രം. അവിടെ അതാണ്. Then it is very interesting. People tell me that food they didn't like, low calorie stuff, they begin to like. അതാണ് ഇഷ്ടപ്പെടാത്ത സംഗതി പിന്നീട് ഇഷ്ടപ്പെട്ടു തുടങ്ങും. They don't even want the things they used to anymore. നേരത്തെ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ ഇനി വേണ്ട എന്നുള്ളൊരു മനോഭാവത്തിലേക്ക് വരും. അതന്നെയാണ് ഇവിടെ നമ്മുടെ കാര്യത്തിൽ മദ്യമാണ്. അത് പിന്നെ അത് ഇല്ലെങ്കിലും നമുക്ക് വളരെ അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത്. ദോസ് ന്യൂ ഫുഡ്സ് ഹാവ് ബിക്കം എ പാർട്ട് ഓഫ് ദെയർ വേ ഓഫ് ലൈഫ്. അപ്പൊ ഈ ജീവിത രീതി ഇവിടെ ഭക്ഷണത്തെ കുറിച്ച് പറയുന്നത്, അതായത് ലോ കലോറി ഫുഡ് അത് കഴിച്ച് അതൊരു ജീവിത രീതിയായിട്ട് മാറുന്നത് പോലെ നമ്മൾ ഈ പ്രോഗ്രാമിൽ മദ്യത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ഇതുപോലെ ഈ കൂട്ടായ്മയുടെ ഒരു സഹായം നിരന്തരമായിട്ട് അത് അനുഭവിച്ചുകൊണ്ട് ഉള്ള ഒരു മുൻപോട്ടുള്ള ഒരു ജീവിതത്തെ കുറിച്ചാണ് ഇവിടെ റിലേറ്റ് ചെയ്ത് പറയുന്നത്. ദ സെയിം തിങ് ഹാപ്പൻസ് ഇൻ ഹ്യൂമൻ പേഴ്സണാലിറ്റി. വ്യക്തിത്വത്തിൽ ഉണ്ടാവുന്ന മാറ്റം, അതിനെ കുറിച്ചാണ് പറയുന്നത്. We get rid of the old things and start practicing the new. പഴയ കാര്യങ്ങളൊക്കെ വിട്ടുമാറ്റി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. With these
new things, more love, tolerance, patience, we begin to have more people in our lives and fewer problems with people. അതന്നെയാണ് ഞാനിപ്പോ പറഞ്ഞത്. അതായത് നേരത്തെ ഒരു യാത്രക്ക് പുറപ്പെടാറുള്ള ആ ഒരു സംഭവത്തെയും ഇപ്പോ ഒരു യാത്രക്ക് പുറപ്പെടുന്ന ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു. അതിൽ കിട്ടുന്ന ഒരു സമാധാനം, ഒരു കൂൾനെസ്, ഒരു കാം, ഇതിനെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ റിലേഷൻഷിപ്പ്, വൈഫുമായിട്ടുള്ളൊക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വൈഫുമായിട്ടാണ് യാത്ര ചെയ്യണം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടാണ് യാത്ര ചെയ്യണമെങ്കിൽ അവരുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്. മറ്റേത് ഒരു തരം പ്രശ്നമായിട്ടാണ് പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്വാറലിംഗ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു ശണ്ട കൂടുന്ന ആറ്റിറ്റ്യൂഡ്, അതെന്തെങ്കിലും അത് ആ സമയത്ത് മദ്യപിച്ചിട്ടുണ്ടാവണമെന്നൊന്നുമില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡ് അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഒരു വല്ലാത്തൊരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്ത് നമുക്കും ടെൻഷനായി, വീട്ടുകാർക്കും ടെൻഷനായി, അങ്ങനെയൊക്കെ ആയിരിക്കും മിക്ക യാത്രകളും ചെയ്തത്. അവർ അതൊന്നും ഇല്ലാതെ വളരെ സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് നല്ല ഒരു സമാധാനമായിട്ട്, അഥവാ ഇനി എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തന്നെ അത് നല്ല രീതിയിൽ നമുക്ക് സോൾവ് ചെയ്തുകൊണ്ട്, ഒക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഒക്കെ നമുക്കൊരു യാത്രയ്ക്ക് പോകാനുള്ള ആ ഒരു വ്യത്യാസം അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ മോർ ലവ്, ടോളറൻസ്, പേഷ്യൻസ്, വി ബിഗിൻ ടു ഹാവ് മോർ പീപ്പിൾ ഇൻ അവർ ലൈഫ്സ് ആൻഡ് ഫ്യൂവർ. അതുകൊണ്ട് പ്രശ്നങ്ങൾ കുറഞ്ഞു വരും. അത് തന്നെയാണ്, അത് മാനസികമായിട്ടാണ് വളരെ നല്ല രീതിയിൽ അനുഭവിക്കാൻ സാധിക്കുക. ഇപ്പൊ ഇവിടുന്ന് ഒരു വല്ലാത്തൊരു ക്വാറലിംഗ് ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു അടിപിടി ലഹളയായിട്ടാണ് നമ്മൾ ഒരു യാത്രക്ക് പോകുന്നുണ്ടെങ്കിൽ, ആ യാത്രയിൽ ഇത് എത്ര മദ്യപിച്ചാലും സമാധാനം എന്ന് പറഞ്ഞൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് ഷെയർ ചെയ്ത് ഞാൻ കേട്ടിട്ടുള്ളത്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുപോലുള്ള അതൊക്കെ തന്നെയാണ് പ്രോബ്ലം. ഈ പ്രോബ്ലം യാത്രയിൽ ഉണ്ടാവുന്ന വേറെ പല പ്രോബ്ലത്തിലേക്കും വഴിതെളിയിക്കും. അപ്പൊ യാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. വെറുതെ നമ്മളൊരു വാഹനത്തിൽ കയറി ഇരുന്ന് ഇങ്ങനെ, അതല്ല, അതിൽ പല പ്രശ്നങ്ങളും വരും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഇത് ആഡഡ് പ്രശ്നങ്ങളായിട്ട് മാറും. മാനസികമായിട്ട് വല്ലാത്തൊരു പരിഭ്രാന്തിയിലേക്ക് കൊണ്ടെത്തിക്കുന്നുള്ളത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഈ ഒരു വഴിക്ക് വരുമ്പോൾ, നമ്മുടെ ഈ പ്രോഗ്രാം ഫോളോ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ അതൊന്നും ഇല്ലാതെ ഈ പറയുന്ന പോലെ മോർ ലവ്, ടോളറൻസ്, പേഷ്യൻസ്, വി ബിഗിൻ ടു ഹാവ് ന്യൂ പീപ്പിൾ ഇൻ അവർ ലൈഫ്സ് ആൻഡ് ഫ്യൂവർ പ്രോബ്ലംസ് വിത്ത് പീപ്പിൾ. ആളുകളുമായിട്ടുള്ള പ്രശ്നങ്ങൾ കുറഞ്ഞു വരും. ആസ് വി റിസീവ് മോർ കറേജ്, വി ക്യാൻ ഡു തിങ്സ് വി കുഡ്ന്റ് ഡു ബിഫോർ. നേരത്തെ ചെയ്യാൻ പറ്റാത്തത്, അതായത് ഒരു യാത്രയിലും മദ്യമില്ലാതെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല, എന്റെ കാര്യം പറയുകയാണെങ്കിൽ. അങ്ങനെയുള്ള ആള് മദ്യമൊന്നും ഇല്ലാതെ വളരെ, ഞാൻ തന്നെ അത്ഭുതപ്പെടാറുണ്ട് ഇപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ. മദ്യം, അഥവാ ഇനിയിപ്പോ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ മദ്യം അടുത്തുകൊണ്ട് അവര് മദ്യം വിളമ്പുന്ന സമയത്ത് പോലും നമുക്ക് അങ്ങനെ ഈ പ്രോഗ്രാമിൽ അങ്ങനെ അത് ആ ഒരു ഫ്ലോയിൽ പോകുന്നത് കൊണ്ട് മദ്യം കഴിക്കാനോ അല്ലെങ്കിൽ വാങ്ങാനോ അല്ലെങ്കിൽ മദ്യം എനിക്ക് വേണ്ടാന്ന് പറയാനോ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലൊക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെയാണ് ഞാൻ ഈ പ്രോഗ്രാമിലുള്ളത് എന്ന് എന്നോട് തന്നെ ഞാൻ പറയുന്ന ഒരു അവസ്ഥ. അപ്പോൾ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ടെൻഷൻ ഇല്ലാതെ സാധിക്കും. അത് നേരത്തെ പറ്റിയിരുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോ ഈയിടെ ഒരാള് പറയണ്ടായി, അതാണ് ഈ ആസക്തി. അപ്പൊ എനിക്ക് ആ ഒരു ഉദാഹരണം കൂടി ഓർമ്മ വരുന്നുണ്ട്. അതായത് ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എനിക്കറിയില്ല, അയാൾ പറഞ്ഞതാണ്, വളരെ ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുള്ളൂ, 1-2 പെഗ്ഗേ കൊടുക്കുള്ളൂ അത്ര ഈ ഫ്ലൈറ്റിൽ പോകുമ്പോൾ. അപ്പോ ഒരു ചെറുപ്പക്കാരൻ അടുത്ത് ഇരിക്കുന്ന ആളോട് ചോദിച്ചു, പിന്നെ നിങ്ങൾ മദ്യപിക്കുമോ എന്ന് ചോദിച്ചു. ഒരാളോട് പരിചയപ്പെടുമ്പോ തന്നെ നിങ്ങൾ മദ്യപിക്കുമോ എന്ന് ചോദിക്കുന്നത് തന്നെ ഒരു വല്ലാത്തൊരു വിരോധാഭാസം. അപ്പൊ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ തന്നെ റിക്വസ്റ്റ്, എനിക്ക് നിങ്ങൾക്ക് തരുന്ന മദ്യം അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് തരണം. അപ്പൊ അയാളൊരു ഡീസന്റ് ആയിട്ടുള്ള ഒരാളായത് കാരണം ശരി തരാന്ന് പറഞ്ഞു. അതേപോലെ അപ്പുറത്തുള്ള ആളോട് ചോദിച്ചു. ഇതെല്ലാം കൂടി ഇയാൾ ഒറ്റയ്ക്ക് കഴിച്ച് അവിടെ പിന്നെ അതിന്റെ ആ ഒരു മറ്റേ അതിന്റെ ആ വഴിയിൽ ഉള്ള 100 കൂട്ടം പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതൊക്കെ തന്നെയാണ് ഈ രീതിയിലുള്ള ഒരു കമ്പൽസീവ് ബിഹേവിയർ. ഞാൻ സത്യം പറഞ്ഞ ഈ സ്റ്റോറി എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു പക്ഷേ ഇത് ചെയ്തിട്ടുണ്ടാവും. അത് ചെയ്യാൻ ഒരു മടിയില്ലാത്ത ആളാണ്. ഒരു പുതിയ ആളോട് പോയിട്ട് നിങ്ങൾക്കുള്ള മദ്യം കോട്ട എനിക്ക് തരുമോ എന്നൊക്കെ ചോദിക്കാൻ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടുമുണ്ട്. ഇവിടുത്തെ ലോക്കൽ പോലീസ് പിടിച്ചിട്ടുമുണ്ട്.
അപ്പൊ ആ വ്യത്യാസം തന്നെയാണ്. അപ്പൊ അങ്ങനെ സംഭവിക്കുമ്പോ ആസ് വി റിസീവ് മോർ കറേജ് വി ക്യാൻ ഡു തിങ്സ് വി കുഡിന്റ് ഡു ബിഫോർ. നേരത്തെ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വളരെ നന്നായി ചെയ്യും. ഇപ്പോ ദീർഘയാത്രയൊക്കെ ഫ്ലൈറ്റിൽ പോകുമ്പോഴൊന്നും ഈ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മിണ്ടാതിരിക്കാനൊക്കെ എനിക്ക് സാധിച്ചു എന്നുള്ളതും ഞാൻ ഈ പുസ്തകം വായിക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഉണ്ടായ ഒരു മാനസികാവസ്ഥ അവിടെ വായിക്കുമ്പോൾ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നെ റിലേറ്റ് ചെയ്യാനും പറ്റുന്നുണ്ട്. അവർ സെൽഫ് എസ്റ്റീം ഗ്രോസ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ എനിക്ക് പറ്റാത്തത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുമ്പോൾ എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു മര്യാദ, അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെയുള്ള ഒരു റെസ്പെക്ട് കൂടുന്നുണ്ട്. അത് തന്നെയാണ് സെൽഫ് എസ്റ്റീം. അത് തീർച്ചയായിട്ടും ഈ പ്രോഗ്രാമിന്റെ ഒരു സഹായം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു എന്നോടുള്ള റെസ്പെക്ടിനെ കൂട്ടുന്നത്. വി ഫീൽ ബെറ്റർ അബൌട്ട് അവർ സെൽഫ്. എനിക്ക് എന്നെ കുറിച്ച് തന്നെ ഞാൻ പറഞ്ഞത്, എന്നെ കുറിച്ച് തന്നെ ഒരു മെച്ചപ്പെട്ട ഒരു ധാരണ ഉണ്ടാവും. ആസ് വി പ്രാക്ടീസ് ദ സ്റ്റെപ്സ് we see powerful changes taking place in our lives. അത് തന്നെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ഇതേപോലുള്ള വളരെ ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ശക്തമായിട്ടുള്ള മാറ്റങ്ങൾ. ഈ നിർബന്ധാവസ്ഥ, മദ്യം കാണുമ്പോൾ ഏതും ആരോടും ചെയ്യാനുള്ള ഒരു പ്രത്യേകതരം മാനസികാവസ്ഥയെ എനിക്ക് ഇല്ലാതാക്കാൻ സാധിക്കുന്നു. ഞാൻ വളരെ ഒരു സമാധാനപരമായിട്ട് വലിയൊരു ബേജാറൊന്നും ഇല്ലാതെ എല്ലാം വിട്ടുകൊടുത്തുകൊണ്ട് മര്യാദയ്ക്ക് ആ യാത്രയിൽ എന്ത് സംഭവിക്കണോ അത് സംഭവിച്ചോട്ടെ, ആരോ എന്തോ ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ ആ യാത്രയിൽ ആ യാത്രയിൽ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും യാത്ര ചെയ്യാനും ഒക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ്, ആ വ്യത്യാസം തന്നെയാണ് ഇവിടെ പറയുന്നത്. I look at the battles that go in life, and I look at the resentments and fear, guilt and remorse, and how these things block us from God and shackle us to the self. ഈ തിരിച്ചറിവാണ് അവിടെ. അതായത് ഈ ദേഷ്യം, വിദ്വേഷം, പക, ഇതെല്ലാം കൊണ്ടുണ്ടാവുന്ന എനിക്കുണ്ടാവുന്ന പിന്നെ കുറ്റബോധം, പിന്നെ ഈ ഇതേപോലുള്ള റിമോഴ്സ്, ഇതൊക്കെ എങ്ങനെയാണ് എന്നെ ദൈവവുമായിട്ട് അടുക്കുന്ന ആ ഒരു സാഹചര്യത്തെ ഇല്ലാതാക്കുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നാണ്. അതായത് ഷാക്കിൾ എന്ന് പറഞ്ഞാൽ എന്നെ കെട്ടിയിടുകയാണ്, എന്നെ നിർബന്ധമാക്കുകയാണ്. അപ്പോ ഇതേപോലുള്ള സംഭവങ്ങൾ എന്നെ ദൈവവുമായിട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ എന്നെ കെട്ടിയിടുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ദെൻ ഐ ലുക്ക് അറ്റ് ലവ്, ടോളറൻസ്, പേഷ്യൻസ്, കറേജ് ആൻഡ് വിസ്ഡം. അതിനുശേഷമാണ് ഞാൻ സ്നേഹം, സഹനം, ക്ഷമ, ധൈര്യം, പിന്നെ ജ്ഞാനം, ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. ഹലോ, കേൾക്കാമല്ലോ അല്ലെ? കേൾക്കാം ചേട്ടാ, കേൾക്കാം. These qualities have come from God and they are always within us. അപ്പൊ ഇത് നല്ല നല്ല ക്വാളിറ്റീസ് ആണ്. എന്താണ്? ദേഷ്യം, നല്ല നല്ല ക്വാളിറ്റീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? സ്നേഹം, സഹനം, ക്ഷമ, ധൈര്യം, അതേപോലെ ജ്ഞാനം. ഇതൊക്കെ ഡിവൈൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് ആണ്. തീർച്ചയായിട്ടും നമ്മളൊക്കെ മനുഷ്യന്മാരും സേപ്പിയൻസ് ആയതുകൊണ്ടും ഇത് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. അപ്പൊ അത് ഡിവൈൻ എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ പക്കൽ നിന്നും വന്നതാണ്. അപ്പൊ ദീസ് ക്വാളിറ്റീസ് ഹാവ് കം ഫ്രം ഗോഡ് ആൻഡ് ദേ ആർ ഓൾവേസ് വിത്ത് അസ്. അപ്പൊ അങ്ങനെ ദൈവത്തിന്റെ അടുത്ത് നിന്ന് എനിക്ക് കിട്ടിയതും അത് എന്നോട് തന്നെ സൂക്ഷിക്കാനും ഒക്കെ എനിക്ക് സാധിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഏത് സമയത്തും എന്റെ കൂടെ വെക്കാൻ സാധിക്കുന്നുണ്ട്. ഇൻ അവർ ഔട്ടർ ആൻഡ് ഇന്നർ കോൺഫ്ലിക്ട്സ് വി ക്യാൻ സീ ദ പവേഴ്സ് ഓഫ് സെൽഫ് കോംബാറ്റിംഗ് ദ പവേഴ്സ് ഓഫ് ഗോഡ്. അപ്പൊ എനിക്ക് നടക്കുന്ന പുറമേ അകത്തും ഉള്ള വിരോധാഭാസങ്ങൾ, കോൺഫ്ലിക്ട്സ്, എനിക്ക് ദൈവത്തിന്റെ ഒരു ശക്തി കൊണ്ട് അത് കോംബാറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിനെ വേണ്ട രീതിയിൽ അതിനെ അടിച്ചമർത്താനും അത് ഇല്ലാതാക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്. അതെങ്ങനെ? ദൈവത്തിന്റെ ഒരു കരം അവിടെ പ്രയോഗിക്കുന്നുണ്ട്. വി ലുക്ക് അറ്റ് ദീസ് തിങ്സ്, ദ പവേഴ്സ് ഓഫ് ഗോഡ് വി ഹാവ് വിത്തിൻ അസ്. അപ്പോഴാണ് എന്നിൽ അടങ്ങിയിട്ടുള്ള, ഞാനിപ്പോ നേരത്തെ പറഞ്ഞ ഡിവിനിറ്റിയുള്ള ക്വാളിറ്റീസ്, അത് എന്നിൽ അടങ്ങിയിട്ടുള്ള അതിനെക്കുറിച്ച് ഞാൻ തിരിച്ചറിയാൻ എനിക്ക് പറ്റുന്നു. The powers of God we have within us and recognize that they are powerful tools. തിരിച്ചറിയുന്നുണ്ട് എന്താണ് ഇതുപോലുള്ള
ക്വാളിറ്റീസ്, ഏത് ലവ്, ടോളറൻസ്, പേഷ്യൻസ്, ഇതൊക്കെയാണ് വളരെ ശക്തമായിട്ടുള്ള ഉപകരണങ്ങൾ. എനിക്ക് ജീവിതത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഉപകരണങ്ങളായിട്ട് എന്നെ സഹായിക്കുന്നത് ഇവയാണെന്നുള്ളത് ഞാൻ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വി ലുക്ക് അറ്റ് ദോസ് തിങ്സ്, ദ പവേഴ്സ് ഓഫ് ഗോഡ് വി ഹാവ് വിത്തിൻ us and recognize that they are powerful tools. We have not been using them because we were traveling on a resentments, we were traveling on fears, we were traveling on guilt and remorse. നേരെ വിരോധമായിട്ടുള്ള സ്നേഹം, സഹനം, ക്ഷമ, ഇതിന്റെയൊക്കെ അതുപോലെ ജ്ഞാനം, ഇതിന്റെയൊക്കെ നേരെ ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓരോ സാധനങ്ങളായിരുന്നു, ഓരോ സ്വഭാവ ദൂഷ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഓരോ വ്യക്തിത്വ ഭാവങ്ങളായിരുന്നു എൻ്റെ ഉള്ളിൽ. എന്തൊക്കെയാണ്? അതന്നെയാണ് ഈ പറഞ്ഞ അതിന്റെ നേരെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. എന്തൊക്കെയാണ്? ദാറ്റ് ദേ വർ പവർഫുൾ ടൂൾസ്. വി ഹാവ് നോട്ട് ബീൻ യൂസിങ് ദം ബിക്കോസ് ഇതേപോലെയുള്ള ദൈവത്തിന്റെ ഡിവൈൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് നമ്മൾ എടുത്ത് പ്രയോഗിച്ചുകൊണ്ടിരുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാല് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് റിസെന്റ്മെന്റിനോടായിരുന്നു, പകയോടായിരുന്നു, പിന്നെ പേടിയോട് കൂടിയിട്ടായിരുന്നു, പിന്നെ കുറ്റബോധം, പിന്നെ റിമോഴ്സ്, ഒരുതരം വ്യഗ്രത. എന്താ റിമോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരുതരം വല്ലാത്ത ഒരു മാനസികാവസ്ഥയാണ്. അതൊരു പ്രത്യേകിച്ച് ഒരുപാട് മദ്യപിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരുപാട് ഒറ്റപ്പെടലുകളൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് ആണ്. യെറ്റ് ഓൾ പീപ്പിൾ ഹാവ് ദീസ് പവേഴ്സ് ഫ്രം ഗോഡ്, പവേഴ്സ് ഫോർ ഗോഡ് ഇൻ their personalities. God put these in each person. These powers, these awesome forces are right within us. We haven't been using them because we have been blocked from them by clinging to our selfish, dishonest, self-seeking, fearful, inconsiderable characters. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇത് ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ള കാര്യത്തെ ഇവിടെ വ്യക്തമാക്കുകയാണ്. അതിന്റെ ഒരു കാരണമാണ് ആൽക്കഹോളിസം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് ഇവിടെ ഈ ഡിവൈൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാല് ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന കാരണങ്ങൾ, പിന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നുള്ള ഓരോ ദൂഷ്യങ്ങൾ, സ്വഭാവ ദൂഷ്യങ്ങൾ, സെൽഫിഷ്, ഡിസോണസ്റ്റ്, സെൽഫ് സീക്കിംഗ്, ഫിയർഫുൾ, ഇൻകൺസിഡറേറ്റ്. സെൽഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് അവനവന്റെ കാര്യം മാത്രം, ഗ്രീഡ് വേണമെങ്കിൽ എന്ന് പറയാം, അതിന്റെ കൂടെ പറയാം ആർത്തി എന്ന് പറയാം. ഡിസോണസ്റ്റ്, സത്യസന്ധതയില്ലായ്മ. സെൽഫ് സീക്കിംഗ്, അത് തന്നെയാണ് ആർത്തി തന്നെയാണ്, എന്റെ കാര്യം നടക്കണം. ഫിയർഫുൾ, പേടി. ഇൻകൺസിഡറേറ്റ്, അതായത് പേഷ്യൻസ് അല്ലാത്ത ഒരു കാര്യം, മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതം വേണം എന്നുള്ള ഒരു ഭാവം ഇല്ലാത്ത ഒരവസ്ഥ. ഇതൊക്കെയാണ് ഈ വക ക്വാളിറ്റീസും കൊണ്ട് നടന്നു, അല്ലെ ഈ വക സ്വഭാവ ദൂഷ്യങ്ങളും കൊണ്ട് നടന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട അതേപോലുള്ള ഡിവൈൻ ക്വാളിറ്റീസ് എന്നിൽ നിന്നും ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിനോട് അടുക്കാൻ എനിക്ക് സാധിക്കാത്ത വിധത്തിൽ ഈ ക്യാരക്ടർ ഡിഫക്ട്സ് എന്ന് തന്നെ പറയാം, അവ എന്നെ ഷാക്കിൾ ചെയ്ത്, അതായത് കെട്ടിയിട്ടിരുന്നു എന്നാണ് പറയുന്നത്. ആസ് വി ബിഗിൻ ടു ലെറ്റ് ഗോ ഓഫ് ദീസ് ട്രേറ്റ്സ്, ഈ വക സ്വഭാവ ദൂഷ്യങ്ങളെ നമ്മൾ വിടാൻ തുടങ്ങുമ്പോൾ, ലെറ്റ് ഗോ എന്ന് പറഞ്ഞാൽ വിടുക ചെയ്യുമ്പോഴാണ് എന്ത് പറ്റുന്നു? വി begin to see the real qualities of God within us. ഇത് ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചം വരില്ല, വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ട് വരില്ല എന്നുള്ള ഉദാഹരണം പോലെ തന്നെയാണ്. ഇതുപോലുള്ള അകത്ത് കിടക്കുന്ന ആവശ്യമില്ലാത്ത ദുർവിചാരങ്ങൾ അല്ലെങ്കിൽ നെഗറ്റീവ് ക്വാളിറ്റീസ് എന്നിൽ നിന്നും ഞാൻ പുറത്തേക്ക് വിടുമ്പോഴാണ് ദൈവത്തിന്റെ ഡിവൈൻ ആയിട്ടുള്ള ക്വാളിറ്റീസ് എന്നിലേക്ക് തിരിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ വ്യക്തിത്വത്തിൽ അത് എനിക്ക് തന്നെ തിരിച്ചറിയാൻ അപ്പൊ എല്ലാം എൻ്റെ അകത്ത് തന്നെയാണ് ഉള്ളത്. അത് തന്നെയാണ് ഇവിടെ വേണമെങ്കിൽ ഒരു ചില ഉദാഹരണം പറയാം. ഈ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഞാൻ വലിയ എക്സ്പെർട്ട് ഒന്നുമല്ല. ഈ ശബരിമല എന്നുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അവിടെ തത്വമസി എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം ഇത് തന്നെയാണ് പറയുന്നത്. അതായത് ഞാൻ നീ തന്നെയാണെന്നോ അങ്ങനെ എന്തോ, അതായത് ഞാൻ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളത്.
അപ്പൊ അതിന്റെ ഒരു വേറൊരു കാര്യം തന്നെയാണ് ഇവിടെ വളരെ വ്യക്തമായിട്ട് വളരെ നല്ല ലാംഗ്വേജിൽ വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന, ഞാനൊക്കെ ഇപ്പം പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയൊക്കെ പറയുന്നത്. ആ രീതിയിൽ പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് അതൊക്കെ തന്നെയാണ്. ഇപ്പൊ ഓരോരുത്തർ ഓരോ രീതിയിൽ മനസ്സിലാക്കും. അപ്പോൾ ഓരോരുത്തർ ചില ആളുകൾ എക്സാമ്പിളിലൂടെ മനസ്സിലാവും. അപ്പൊ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഈ ദൈവം എവിടെയാണ്? എൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉള്ളത്. അതിനെ ഞാൻ തിരിച്ചറിയാതെ നടന്നുകൊണ്ടിരുന്നു, മദ്യപിച്ചുകൊണ്ടിരിക്കും, ആൾക്കഹോളിസം പ്രോബ്ലം കൊണ്ട്. ഇപ്പൊ അതിനെ തിരിച്ചറിയുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസത്തെ കുറിച്ചാണ് ഇത്രയും നേരം വായിച്ചത്. അപ്പോ അവർ ഷോർട്ട് കമ്മിങ്സ് ആർ റിമൂവ്. എന്താണ് ഷോർട്ട് കമ്മിങ്സ്? ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഈ ഓരോ പ്രശ്നങ്ങൾ തന്നെയാണ് എൻ്റെ ഷോർട്ട് കമ്മിങ്സ്. അതായത് ഇൻകൺസിഡറേറ്റ് ആയിട്ടിരിക്കുക, റിസെന്റ്മെന്റോട് കൂടിയിട്ടിരിക്കുക, ഫിയർഫുൾ ആയിട്ട്, ഇതൊക്കെ തന്നെയാണ് ഷോർട്ട് കമ്മിങ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ജ്ഞാനം ഇല്ലാത്ത ഒരു വിസ്ഡം ഇല്ലാത്തൊരവസ്ഥയെ കുറിച്ചും പറയുന്നത്. അവർ ഷോർട്ട് കമ്മിങ്സ് ആർ റിമൂവ്ഡ് ബേസ്ഡ് ഓൺ വാട്ട് വി വാണ്ട് ടു ലെറ്റ് ഗോ ഓഫ്. Our shortcomings are removed based on what we want to let go of. എതിനെ വിട്ട് കളയാൻ ഞാൻ തയ്യാറാവുന്നു, അത് വിട്ട് കളയുമ്പോഴാണ് എൻ്റെ ഉള്ളിലുള്ള ഓരോ പോരായ്മകളും മാറ്റപ്പെടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇഫ് വി ലെറ്റ് ഗോ ഓഫ് ഫിയർ, അതിനൊരു ഉദാഹരണം പറഞ്ഞു. പേടിയെ ഞാൻ വിട്ടുകളയുകയാണെങ്കിൽ, കറേജ് ഈസ് ഗെറ്റിംഗ് ടു കം ഇൻ ടു അവർ ലൈഫ്. ദേഷ്യം എന്നിൽ നിന്നും പോകുമ്പോൾ എനിക്ക് ധൈര്യം ഉണ്ടാവുന്നു. നമ്മുടെ പ്രാർത്ഥന അത് തന്നെയാണ്. മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കാനുള്ള പ്രശാന്ത മനസ്സിനെയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യം, ആ ധൈര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ആ പേടി പോകുമ്പോൾ എൻ്റെ ഉള്ളിലേക്ക് വരുന്നത് ധൈര്യമാണ്. അതൊരു ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. ഇഫ് വി ലെറ്റ് ഗോ ഓഫ് ഫിയർ, കറേജ് ഈസ് ഗെറ്റിംഗ് ടു കം ഇൻ ടു അവർ ലൈഫ്. If we don't practice resentment, വിദ്വേഷം എൻ്റെ ഒരു സ്വഭാവമായി മാറും. അതാണ്. അപ്പൊ വിദ്വേഷം ഇല്ലാത്ത ഒരു ജീവിതം, വിദ്വേഷം ഇല്ലാതെ ഞാൻ ജീവിച്ചു തുടങ്ങുമ്പോൾ എനിക്ക് പറ്റുന്നത് എന്താണ്? വി ആർ ഗോയിങ് ടു സീ ലവ്. അപ്പൊ വിദ്വേഷവും സ്നേഹവും ഒന്നിച്ചു പോവില്ലല്ലോ, അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷെ അപ്പൊ അങ്ങനെയാണ് എനിക്ക് സ്നേഹം എന്താണെന്ന് എനിക്ക് കാണാൻ സാധിക്കുന്നത്. സ്നേഹം മാത്രമല്ല, ടോളറൻസ്, പേഷ്യൻസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഗുഡ് വിൽ കമ്മിങ് ഇൻ ടു അവർ ലൈഫ്. സ്നേഹം, മനസ്സിലാക്കൽ വെച്ചാൽ മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, ക്ഷമ ആൻഡ് ഗുഡ് വിൽ. ഈ രീതിയിലുള്ള ജീവിതം കൊണ്ട് എനിക്ക് കിട്ടുന്ന ഗുഡ് വിൽ, അതായത് അതിൻ്റെ ഒരു നന്മയുടെ വശം എല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എനിക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. We practice those things and see our relationships with people grow. അപ്പൊ ഇത് ജീവിത രീതിയാക്കി മാറ്റുമ്പോൾ, ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റുമ്പോൾ, അല്ലെങ്കിൽ ഈ രീതിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള എൻ്റെ ബന്ധങ്ങൾ വളരുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. These changes will come about and we will see the awesome power that lies within these forces. അപ്പോഴാണ് ഈ മാറ്റങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് കാണുമ്പോഴാണ് ഈ അത്ഭുതകരമായിട്ടുള്ള ഒരു ശക്തി, എൻ്റെ ഉള്ളിലുള്ള ഒരു ശക്തിയെ അല്ലെങ്കിൽ ഒരു ഫോഴ്സിനെ എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. അത് എൻ്റെ ഉള്ളിൽ തന്നെയാണുള്ളത്. അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടിരുന്നു നേരത്തെ. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. വി ക്യാൻ അക്കോംപ്ലിഷ് തിങ്സ് ഈച്ച് ഡേ ദാറ്റ് വി നെവർ കുഡ് ഡു ബിഫോർ. ഓരോ ദിവസവും കാര്യപ്രാപ്തി ഉണ്ടാവും. എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് തീരെ ചെയ്യാൻ പറ്റിയിരുന്നില്ലാത്ത കാര്യങ്ങളെ വളരെ സുലഭമായിട്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും. കാര്യപ്രാപ്തി ഉണ്ടാവും. The big book says we can go places and do things that we never could before. അത് തന്നെയാണ് തിരിച്ചു പറയുന്നത്. നമുക്ക് പല സ്ഥലങ്ങളിലേക്കും പോകാൻ സാധിക്കും. നമ്മൾ നേരത്തെ ചെയ്യാൻ പറ്റാത്തത് വളരെ സുലഭമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എന്തായാലും എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാനത് വളരെ ക്ലിയർ ആയിട്ട് എനിക്കത് കാണാൻ സാധിക്കുന്നുണ്ട്, എനിക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. The big book says we have tapped an inner
resource of strength. Page number 569-570. This is power. This is power. അപ്പൊ ആ ബിഗ് ബുക്കിൽ പറയുന്ന കാര്യമാണ് പറയുന്നത്. അതായത് അപ്പോഴാണ് നമുക്ക് ഉള്ളിലുള്ള നമ്മൾ ഇതേവരെ അറിയാതിരുന്ന ഒരു പവർ, ഒരു ഡിവൈൻ പവർ, ഒരു ദൈവീകമായിട്ടുള്ള ഒരു ശക്തി നമുക്ക് എന്താണെന്ന് അത് നമുക്ക് തിരിച്ചറിയാനും അല്ലെങ്കിൽ അത് ടാപ്പ് ചെയ്യാനൊക്കെ സാധിക്കുന്നുള്ളൂ. അത് വളരെ ശരി തന്നെയാണ്. അപ്പൊ അവിടെയാണ് അതായത് നമുക്ക് നമ്മളെ ദൈവവുമായിട്ട് അടുക്കാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ പുറത്തു പോവുകയും നമുക്കത് ടാപ്പ് ചെയ്യാനും പറ്റും. അതുകൊണ്ട് നമുക്ക് ജീവിതം മെച്ചപ്പെടും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. You know, here is what a shortcoming. You know, here is what a shortcoming is when you are long on resentments. Then you are necessarily short on love, tolerance, and patience. You know, here is what a shortcoming is. എന്താണ് പോരായ്മ? പോരായ്മ എന്ന് പറയുന്നത് എന്താണത്? എന്താണ് പോരായ്മ എന്ന് വ്യക്തമാക്കണം. when you are long on resentments, പക, വിദ്വേഷം, ഇതിങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ ദൈർഘ്യമായ ഒരു ജീവിതം നമ്മൾ നടത്തിക്കൊണ്ട് പോകുമ്പോൾ സംഭവിക്കുന്നത്, then you are necessarily short on love. അപ്പൊ അതിന്റെ നേരെ അപ്പുറത്തുള്ള സ്നേഹം എന്നുള്ളത് ഉണ്ടാവില്ല, വളരെ ചുരുക്കം സമയത്തേ ഉണ്ടാവുള്ളൂ. എന്താ വെച്ചാൽ ഇവിടെ ഇത് ദൈർഘ്യം കൂടുതലായതുകൊണ്ട് അതിന്റെ ആ സമയം ചുരുങ്ങാണ്. സ്നേഹത്തിന്റെ സമയം ചുരുങ്ങാണ്, ടോളറൻസിന്റെ സമയം, സഹനത്തിന്റെ സമയം ചുരുങ്ങാണ്, ആൻഡ് പേഷ്യൻസ്, ക്ഷമ. ഈ മൂന്നും ദൈവികമായിട്ടുള്ള ഡിവൈൻ ആയിട്ടുള്ള ക്വാളിറ്റീസിന്റെ സമയം ചുരുങ്ങാണ്. എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓരോ ഷോർട്ട് കമ്മിങ്സ്, പോരായ്മകളുടെ സമയം കൂടുന്നത് കൊണ്ട്. ഇറ്റ് ഈസ് ലൈക്ക് ഒരു സ്ലൈഡിങ് സ്കെയിൽ. അതിവിടെ ഒരു സ്ലൈഡിങ് സ്കെയിൽ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അതായത് സ്ലൈഡിങ് സ്കെയിലിൽ ഇങ്ങനെ നമ്മൾ സ്ലൈഡ് ചെയ്യുമ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കാണാൻ പറ്റും. അതാണ് വളരെ സിമ്പിൾ ആയിട്ട് ഈ പറഞ്ഞത് തന്നെയാണ്. ഈ പറഞ്ഞത് ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വരച്ചു വെച്ചിരിക്കുകയാണ്. അത്രേ ഉള്ളൂ. It is like sliding scale. You are supposed to have some resentments. They are what make you competitive. But if that side of the scale goes too far, then it makes you short on the side of the scale with the real powers. അതാണ് ഇപ്പൊ സ്ലൈഡിങ് സ്കെയിലിൽ രണ്ടും ഉണ്ടാവും. നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ടാവും, പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ടാവും. നെഗറ്റീവ് ആയിട്ടുള്ള സംഭവം കുറച്ചേ ഉണ്ടാവാൻ പാടുള്ളൂ, പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം കൂടുതൽ ഉണ്ടാവണം എന്നാണ് അവിടെ പറയുന്നത്. എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ദൈവികമായിട്ടുള്ള ശക്തികളെ കുറിച്ച് തിരിച്ചറിയാനും നമുക്ക് കിട്ടാനും ഒക്കെ സാധിക്കുള്ളൂ. അതിനെയാണ് പറയുന്നത് സൈഡ് ഓഫ് ദ സ്കെയിൽ വിത്ത് ദി റിയൽ പവേഴ്സ് ഓഫ് ലൈഫ്. അതാ റിയൽ പവേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഇതേപോലുള്ള ഡിവൈൻ ആയിട്ടുള്ള പവേഴ്സ് ഓഫ് ലൈഫ്. അതാണ് ലൈക്ക് ലവ്, ടോളറൻസ് ആൻഡ് പേഷ്യൻസ്. ഇതൊക്കെയാണ് ഡിവൈൻ ആയിട്ടുള്ള പവേഴ്സ്. ഇഫ് വി ഹാവ് ടു മച്ച് റിസെന്റ്മെന്റ്, യു കാൺട്ട് എക്സ്പ്രസ് ദ റിയൽ പവേഴ്സ് ആൻഡ് യു ഹാവ് ടു എക്സ്പ്രസ് ഐദർ വൺ ഓർ ദി ഐദർ. ഏതെങ്കിലും ഒരു പവറിനെ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. റിസെന്റ്മെന്റ് ഉണ്ടെങ്കിൽ സ്നേഹം കാണിക്കാൻ പറ്റില്ല, സ്നേഹം ഉണ്ടെങ്കിൽ റിസെന്റ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിനാണ് ഈ സ്ലൈഡിംഗ് സ്കെയിലിന്റെ ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. Some people don't really see love in themselves. It's there, but it seems non-existent because it hasn't been expressed in the personality. എനിക്കകത്തുള്ള കാര്യത്തെ ഞാൻ തന്നെ തിരിച്ചറിയുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ നേരത്തെ ഒബ്ജക്ഷണബിൾ എന്നുള്ള കാര്യത്തെ കുറിച്ച് സംസാരിക്കും. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് വിദ്വേഷം, പക, പേടി ആർക്കും ആഗ്രഹമുള്ള കാര്യങ്ങളൊന്നുമല്ല, ആർക്കും അവ ഇല്ലാതെ തന്നെ വേണമെന്നുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് അത് ഇല്ലാതാക്കണം എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെയാണ് ഇത് ഈ ദൈവികമായിട്ടുള്ള സ്നേഹം, സഹനം, ധൈര്യം എന്നുള്ള ക്വാളിറ്റീസിനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അത് വേറെ എവിടെന്നെങ്കിലും കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല.
ഇത് പോയാൽ അത് വരും എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പൊ അത് വരുന്നത് എങ്ങനെയാണ്? ഞാൻ തന്നെ അതിനെ അറിയാൻ തുടങ്ങുന്നു എന്നുള്ളൊരു അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോ അത് അറിയാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ, ഞാനിത് ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നുള്ളൂ, ഞാൻ ഇതേവരെ ഞാൻ എന്താ വിചാരിച്ചത്, ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്നുള്ള നോൺ എക്സിസ്റ്റന്റ് ആണ് എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് വെച്ചാൽ അത് അന്ന് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വ്യക്തിത്വത്തിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് വാട്ട് ഈസ് ലവ്? ലവ് ഈസ് ബേസിക്കലി കൺസേൺ ഫോർ അനദർ പേഴ്സൺസ് വെൽഫെയർ. സ്നേഹത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറയുന്നുണ്ട്, വളരെ കോംപ്രിഹെൻസീവായിട്ട് പറയുന്നുണ്ട്. മറ്റുള്ള ആളിലേക്കുള്ള ഒരു പരിഗണന, മറ്റുള്ള ആളുടെ നന്മയിൽ നമുക്കുള്ള പരിഗണന, അതാണ് സ്നേഹം. ലവ് ഈസ് ബേസിക്കലി കൺസേൺ ഫോർ അനദർ പേഴ്സൺസ് വെൽഫെയർ ഓർ ഫോർ അവർ ഓൺ വെൽഫെയർ. ഞാൻ നന്നായിരുന്നാലേ എനിക്ക് ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുമാണ്. അതായത് ഒരു എക്സാമ്പിൾ എനിക്ക് ഓർമ്മ വരുന്നത്, ബി കംഫർട്ടബിൾ ടു യുവർ സെൽഫ് സോ ദാറ്റ് യു ക്യാൻ ബി കംഫർട്ടബിൾ വിത്ത് അതേഴ്സ്. ഇതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള, ഞാൻ ഒരുപാട് സ്ഥലത്ത് വായിച്ചിട്ടുള്ളതാണ്. അത് ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അനദർ പേഴ്സൺസ് വെൽഫെയർ ഓർ ഫോർ അവർ ഓൺ വെൽഫെയർ. ഞാൻ നന്നായിരുന്നാലേ മറ്റുള്ളവരോട് എനിക്ക് നല്ല രീതിയിൽ സമ്പർക്കം നിലനിർത്താൻ സാധിക്കുള്ളൂ എന്ന്. All of us are designed to have the ability to be concerned about ourselves and about each other. മറ്റുള്ളവരുമായിട്ടും സ്വയമായിട്ടും ഒക്കെ പരിഗണന നമുക്ക് വേണം, നമുക്ക് ഉണ്ടാവണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് നമ്മളെ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. God put it in every person. അപ്പൊ ദൈവം അത് എല്ലാവരുടെ ഉള്ളിലും ആ ഒരു സംഗതിനെ ഇട്ട് തന്നിട്ടുണ്ട്. Without our ability to be concerned about each other, the human race could not exist. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞ് ഞാൻ ആലോചിച്ചിട്ട് പോലുമില്ല. അതായത് പക്ഷെ അത് സത്യമാണ്, ഞാൻ ആലോചിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതവിടെ ഇത് ശരിയല്ല എന്നല്ല ഞാൻ പറയുന്നത്. അതായത് തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങും ഒരു കോ എക്സിസ്റ്റൻസിനെ കുറിച്ചുമാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും അത് സത്യമാണ്. ആ കോ എക്സിസ്റ്റൻസ് ഇന്ന് നിലനിൽക്കുന്നത് പരസ്പര ബന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പരസ്പര സ്നേഹബന്ധങ്ങളെ കുറിച്ച് ചിന്തിക്കാനും മറ്റുള്ളവരുമായിട്ടുള്ള പരിഗണനയോടുകൂടി ജീവിക്കേണ്ട കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും സാധിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അത് ഞാൻ ചിന്തിക്കാത്തത് കൊണ്ട് അത് ഇല്ല എന്നല്ല എന്നാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത്. Without our ability to be concerned about each other, the human race could not exist. മനുഷ്യരാശി തന്നെ ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യമാണ്. വളരെ ശരിയാണ്. ഇന്ന് ഞാൻ തന്നെ എന്നോട് തന്നെ അംഗീകരിക്കുന്നു. അത് വളരെ ശരിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. വി കുഡ്ന്റ് ഹാവ് ഫാമിലീസ്, നൈബർഹുഡ്സ്, സ്റ്റേറ്റ്സ് ഓർ നേഷൻസ്. ഇന്ന് ഈ കാണുന്ന രാഷ്ട്രമോ അല്ലെങ്കിൽ ഈ കാണുന്ന സ്റ്റേറ്റ്സോ അല്ലെങ്കിൽ ഈ കാണുന്ന അയൽവക്കങ്ങളോ അല്ലെങ്കിൽ ഈ കാണുന്ന കുടുംബങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഇതൊന്നും ഇല്ലെങ്കിലും. വളരെ ശരിയാണ്. ലവ് ഈസ് എ ബോണ്ട് ദാറ്റ് ഈസ് നാച്ചുറൽ. വളരെ പ്രകൃതിയും നാച്ചുറലായിട്ട് വളരെ എന്താ പറയാ, ഒരു ഏച്ചുകൂട്ടാത്ത അല്ലെങ്കിൽ ഒരു വെച്ചു പിടിപ്പിക്കാത്ത ഒരു സംഭവം തന്നെയാണ് ലവ്. അത് നാച്ചുറലായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് തന്നെ അതൊരു ബോണ്ടാണ്. ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലവ് എന്ന് പറയുന്നത് കൂട്ടിപ്പിടുത്തത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് പറയുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈം വി ഹിയർ ഇറ്റ് എക്സ്പ്രസ്ഡ് ഡിഫറെന്റ്ലി. പല സമയത്തും വ്യത്യസ്തമായ രീതിയിലാണ് അത് പ്രകടിപ്പിക്കുന്നത്. ലൈക്ക് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ മെയിൽ ഫീമെയിൽ റിലേഷൻഷിപ്പ്, ലൈക്ക് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഒരു ആൺ പെൺ എന്നുള്ള റിലേഷൻഷിപ്പിൽ അത് എക്സ്പ്രസ് ചെയ്യുന്ന കാര്യം. ബട്ട് ലവ് ഈസ് എ ഫീലിംഗ് വി ഓൾ ഫീൽ. അതെന്ത് തന്നെ ആയാലും നമ്മൾ മനസ്സിൽ നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന, മാനസികമായിട്ട് അനുഭവിക്കുന്ന ഒരു ഫീലിംഗ് തന്നെയാണ് സ്നേഹം.
ഇറ്റ്സ് വാട്ട് മേക്സ് us ബോണ്ട് ടുഗദർ. രണ്ടുപേരും തമ്മിലുള്ള ഒരു കൂട്ടിപ്പിടുത്തത്തിന് അതാണ് ആ കൂട്ടിപ്പിടുത്തം ഉണ്ടാക്കുന്നത്. സ്നേഹമാണ് ആ കൂട്ടിപ്പിടുത്തം ഉണ്ടാക്കുന്നത്. When a person does not have this ability to bond with others, then he is not fitting into the family. അപ്പോ ഈ ഒരു കൂട്ടിപ്പിടിക്കാനുള്ള ഒരു കഴിവില്ലാതെ വരുമ്പോൾ ഒരു ഫാമിലിയുമായിട്ട് ചേർന്ന് നിൽക്കാൻ ആ വ്യക്തിക്ക് സാധിക്കില്ല. ഹി ഈസ് നോട്ട് ഫിറ്റിംഗ് ഇൻ ടു ദ റിലേഷൻഷിപ്പ്. ബന്ധങ്ങളിൽ ആ വ്യക്തിക്ക് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കാൻ സാധിക്കില്ല. ഹി ഈസ് നോട്ട് ഫിറ്റിംഗ് ഇൻ ടു ദിസ് സൊസൈറ്റി ഇൻ ജനറൽ. അപ്പോഴാണ് സമൂഹത്തിലും ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ ഈ വ്യക്തിക്ക് സാധിക്കുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് വ്യക്തമാക്കുകയാണ്. ലവ് ഈസ് എ പവർഫുൾ ഫോഴ്സ് ഫോർ ഹീലിംഗ്. ലവ്, സ്നേഹം എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ട് വളരാൻ അല്ലെങ്കിൽ മാനസികമായിട്ട് ശക്തിപ്പെടാൻ വേണ്ടി ഒരു ശക്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയാണെന്നാണ് പറയുന്നത്. ലൈഫ് ഈസ് എ പവർഫുൾ ഫോഴ്സ് ഫോർ ഹീലിംഗ്. ഹീലിംഗ് എന്ന് പറയുന്നത് ഇവിടെ അത് തന്നെയാണ്. ഹീലിംഗ് എന്ന് പറയുന്ന ഒരു അവസ്ഥ, ഒരു വളരെ രോഗാവസ്ഥയിൽ നിന്നും ഒരു നന്മയുടെ വശത്തേക്ക് വരുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത് ഹീലിംഗ്. I like what Martin Luther King said, that love is the most powerful force on the face of the earth. Gandhi said love is the only thing that could turn an enemy into a friend. ഓരോരോ പ്രശസ്തനായിട്ടുള്ള ആളുകൾ ഗാന്ധിജി, മാർട്ടിൻ ലൂതർ ഒക്കെ പറഞ്ഞ ഓരോ ഉദാഹരണങ്ങൾ പറയാണ്. ഗാന്ധിജി പറഞ്ഞ ഉദാഹരണം വളരെ സിമ്പിളാണ്. സ്നേഹം മാത്രമാണ് ഒരു പകയുള്ള വ്യക്തിയെ ഒരു സ്നേഹിതനാക്കി മാറ്റാൻ സാധിക്കും. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. ഇറ്റ്സ് എൻ അമേസിങ് തിങ്. അപ്പൊ അതാണ് അതൊരു വളരെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എക്സ്ക്യൂസ് മീ, ഒരു മിനിറ്റ്. സ്നേഹം ഒരു അത്ഭുതം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാല് ദേഷ്യമുള്ള ഒരാളോട് സ്നേഹം ഉണ്ടാക്കുവാൻ അത് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. will never okay. Gandhi said love is the only Gandhi said love is the only thing that could turn an enemy into a friend. It's an amazing thing. You take all the bombs and weapons we have, no matter how many we have, we all never make friends with these weapons. എത്ര അണുവായുധങ്ങളും എത്ര തോക്കുകളുണ്ടെങ്കിലും അവറ്റങ്ങളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് സ്നേഹം ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തെ കുറിച്ച് ഇവിടെ വ്യക്തമാക്കുക. ബട്ട് വി കുഡ് വിത്ത് ലവ്. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കുവാൻ സാധിക്കുള്ളൂ. And I see that happening in the world today. ഇന്ന് ലോകത്ത് നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Through a series of circumstances that have happened in other countries, and also through our concern in helping them with their problems, we are seeing some downgrading of the ability to wage war. ഇന്ന് ഈ രീതിയിൽ എങ്ങനെ സ്നേഹത്തെക്കുറിച്ച് എങ്ങനെ ഇവിടെ പറഞ്ഞ പോലെയുള്ള നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. Sometimes a person might say, well, I don't have these positive forces in me. They are so blocked, but down inside they do have them. എത്ര തന്നെ ഒരാൾ വന്ന് പറയാണ് ഇതൊന്നും എനിക്ക് കിട്ടുന്നില്ലല്ലോ, ഈ ഇതുപോലുള്ള നന്മയുടെ വശങ്ങളൊന്നും എനിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്ന് എത്ര തന്നെ ഒരാൾ പറഞ്ഞാലും അയാളുടെ ഉള്ളിന്റെ ഉള്ളിൽ അത് ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്.
as we begin to practice these new positive traits, പോസിറ്റീവ് ട്രേറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. സ്നേഹം, ക്ഷമ, സഹനം, ഈ എക്സാമ്പിൾ തന്നെയാണ് പറഞ്ഞത്. We begin to see the real value in them and we find that we are developing true concern for the people. മറ്റുള്ളവരെ പരിഗണിക്കാനുള്ള ഒരു മനോഭാവം നമ്മളിൽ വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങനെ? ഇതേപോലുള്ള ഈ പോസിറ്റീവ് ക്വാളിറ്റീസിനെ തിരിച്ചറിയുമ്പോൾ. ആൻഡ് കൺസേൺ ഫോർ അവർ സെൽഫ് ആസ് വെൽ. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്നെക്കുറിച്ചുള്ള ഞാൻ എന്നെ തന്നെ പരിഗണിക്കുന്ന ഒരു അവസ്ഥ അതില്ലാത്തതാണ് മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്തുണ്ടായത്. ഒരു പരിഗണനയില്ലല്ലോ, മദ്യപിക്കണം എന്ന് മാത്രം. അത് അതിൽ നിന്ന് മാറി എന്നെ തന്നെ പരിഗണിക്കുന്ന ഒരു അവസ്ഥ. ആൻഡ് കൺസേൺ ഫോർ അവർ സെൽഫ് ആസ് വെൽ. I ask a lot of people who come into the program. Selfish, self-centered, and messed up with these character defects. How concerned have you been for your own life for the last couple of years? അതായത് പുതുമക്കാരോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ഇദ്ദേഹം ചോദിച്ചു എന്ന് പറയുന്നത്, സ്വയമായിട്ട് പരിഗണിക്കാനായിട്ട് എന്തെങ്കിലും ഈ അടുത്ത ഈ 2 വർഷത്തിനിടയ്ക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ആത്മപരിഗണന നടത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നടത്തിയിട്ടില്ല എന്ന് തന്നെ. ഒരു ആത്മപരിഗണനയും ഞാൻ ചെയ്തിട്ടില്ല. എന്റെ ആരോഗ്യം വളരെ മോശമായി, എന്റെ മാനസികാവസ്ഥ വളരെ മോശമായി. ഈ പറയുന്ന പോലെയുള്ള സ്നേഹമോ അല്ലെങ്കിൽ ക്ഷമയോ ഒന്നും ഇല്ലാതായി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആത്മപരിഗണന ഇല്ലാതാവുന്ന ഒരു അവസ്ഥയെ കുറിച്ച് തന്നെയാണ് ഇവിടെ പറയുന്നത്. അപ്പോ how concerned have you been for your own life for the last couple of years? We need to learn the wisdom of love your neighbor as yourself. Matthew 22:39. If you are not concerned about your own life, you can't be concerned about your neighbor, simply because concern is not there. അപ്പൊ എനിക്ക് എന്നോട് പരിഗണനയില്ല, എനിക്ക് എൻ്റെ അടുത്തുള്ള ആളോടും പരിഗണനയില്ല. അങ്ങനെ ആവുന്ന ഒരു വിശേഷത്തെ കുറിച്ച് പറയുകയാണ്. ഇഫ് യു ആർ നോട്ട് കൺസേൺഡ് അബൌട്ട് യുവർ ഓൺ ലൈഫ്, ഞാൻ എൻ്റെ ജീവിതത്തിനെ തന്നെ ഞാൻ പരിഗണിക്കാതെ പിന്നെ എങ്ങനെയാണ് ഞാൻ മറ്റുള്ള ആളെ കുറിച്ച് അപ്പൊ എന്ന് വെച്ചാൽ അവിടെ പരിഗണന എന്നുള്ളൊരു സംഭവം തന്നെ ഇല്ല. അപ്പൊ അവിടെ ഉള്ളത് മുഴുവൻ ദേഷ്യവും വിദ്വേഷവും ഈ നെഗറ്റീവ് ക്വാളിറ്റീസും മാത്രമാണ്. To go out to do things for other people without this self-love is a token. To go out and do things for other people without this self-love is a token. It's hollow. You are trying to do something to cover up the hollowness inside you. എന്തെങ്കിലും മറ്റുള്ളവർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൊള്ളയായിട്ടുള്ള ഇതേപോലുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ, അല്ലെങ്കിൽ എന്തിനെങ്കിലും പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് അതില്ലാതെ ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത്. ടു കവർ അപ്പ് ദ ഹോളോനെസ് ഇൻസൈഡ് യു. ദാറ്റ്സ് യൂസിങ് അതർ പീപ്പിൾ. Or it's bargaining with God, trying to earn His love. We can't earn God's love because it's free. Deep, true concern for others will come after we have realized that our value in God's eyes, that we have realized our own value in God's eyes. Then it will grow with time over the years. അതായത് ഈ ദൈവികമായിട്ട് എനിക്ക് സംഭവിക്കേണ്ട കാര്യങ്ങൾ ദൈവം തന്നെയാണ് ചെയ്യേണ്ടത്. അതെനിക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതൊക്കെ അവിടെയാണ് വരുന്നത്. പ്ലേയിങ് ഗോഡ്, ഞാൻ തന്നെയാണ് ദൈവം എന്നുള്ള തെറ്റായ ഒരു ഭാവം എന്നിലുണ്ടാവും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പോ ഓർ ഇറ്റ്സ് ബാർഗെയിനിങ് വിത്ത് ഗോഡ്, ട്രൈങ് ടു ഏൺ ഹിസ് ലവ്. എന്റെ സ്വാർത്ഥതയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സ്വാർത്ഥത ഇല്ലാതെ
ആത്മാർത്ഥമായി മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഉപകാരം ചെയ്യാൻ നമുക്ക് പറ്റണമെങ്കിൽ ഇതൊക്കെ പോകണം. വി കാൺട്ട് ഏൺ ഗോഡ്സ് ലവ് ബിക്കോസ് ഇറ്റ്സ് ഫ്രീ. അത് ഏൺ ചെയ്യാൻ പറ്റില്ല, അത് കിട്ടണം, അത് ദൈവം നമുക്ക് തരണം എന്ന് ചൊരിഞ്ഞ് നൽകണം. ഡീപ് ട്രൂ കൺസേൺ ഫോർ അതേഴ്സ് വിൽ കം ആഫ്റ്റർ വി ഹാവ് റിയലൈസ്ഡ് അവർ ഓൺ വാല്യൂ ഇൻ ഗോഡ്സ് ഐസ്. അപ്പൊ ദൈവത്തിന്റെ കണ്ണുകളിൽ എന്താണ് നമ്മുടെ നിലപാട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്കത് സാധിക്കുള്ളൂ. ദെൻ ഇറ്റ് വിൽ ഗ്രോ വിത്ത് ടൈം ഓവർ ദി ഇയേഴ്സ്. പിന്നെ അത് മെല്ലെ മെല്ലെ വളരാൻ തുടങ്ങും. ലവ് ഈസ് എ two-way street. Love is a two-way street. It has to be given and received. ഒരു കൊടുക്കൽ വാങ്ങലാണ് സ്നേഹം എന്ന് പറയുന്നത്. കൊടുക്കൽ വാങ്ങലാണ്, two-way street. പോവാനും വരാനും വഴിയുള്ള ഒരു തെരുവ്, ഒരു സ്ട്രീറ്റാണ്. അതുമായിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പൊ അത് കൊടുക്കുകയും ചെയ്യണം, വാങ്ങിക്കുകയും ചെയ്യണം. A lot of people don't have the ability because they can't receive. ഒരുപാട് ആളുകൾക്ക് ഇത് സ്വീകരിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു കഴിവുകേടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. They can't let another person help them. വേറൊരാൾ എന്നെ സഹായിക്കാൻ വരുമ്പോ അയാൾക്ക് അത് സ്വീകാര്യതനാവാൻ എനിക്ക് പറ്റുന്നില്ല. If we can't receive, then we can't truly give. എനിക്ക് വാങ്ങാൻ പറ്റില്ലെങ്കിൽ, എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ലെങ്കിൽ എനിക്ക് കൊടുക്കാനും പറ്റില്ല എന്നുള്ളതാണ്. ദിസ് അൾട്ടിമേറ്റ്ലി മേക്സ് ഫോർ കോൺഫ്ലിക്റ്റ്. ഒരു വിരോധാഭാസം അല്ലെങ്കിൽ ഒരു കുഴപ്പം എൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ആൻഡ് വി റെസ്പോണ്ട് വിത്ത് റിസെന്റ്മെന്റ്സ്. അതിനുള്ള ഒരേ ഒരു അതിന്റെ ഒരു ഭവിഷ്യത്ത് അല്ലെങ്കിൽ ഇതേപോലുള്ള കോൺഫ്ലിക്റ്റ് ഉണ്ടാവുമ്പോൾ അവിടെ ഞാൻ നടത്തുന്നത് എന്താണ്, ഞാൻ പ്രതികരിക്കുന്നത് എന്താണ്? ദേഷ്യമാണ്. അത് തന്നെയാണ്. ആ പ്രതികരണം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. വി റിയലി നീഡ് ടു കൺസിഡർ ദ പവർ ഓഫ് ഗിവിംഗ് അപ്പ്. വിട്ടുകൊടുക്കാനുള്ള ഒരു ശക്തി വളർത്തെടുക്കാനായിട്ട് അതിനെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ആത്മപരിഗണന ഇപ്പൊ പറഞ്ഞത്. We can ask ourselves in a certain situation, what is it that I have to give? What is it that I have to give up? ഞാൻ വിട്ടുകൊടുക്കേണ്ടത് ഏതാണ് എന്ന് ഞാൻ തന്നെ ചില സന്ദർഭങ്ങളിൽ ഞാൻ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. We are always looking at what we are going to get, but we should look for what we are going to give up. എന്ത് കിട്ടും എന്ന് ഏത് നേരവും ചിന്തിക്കുന്ന ഞാൻ എന്താണ് വിട്ടുകൊടുക്കേണ്ടത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആൻഡ് ബി ഏബിൾ ടു സ്പോട്ട് ദറ്റ് റൈറ്റ് വേ. അത് ഏതാണെന്ന് വളരെ വ്യക്തമായിട്ട് അതിനെ സ്പോട്ട് ചെയ്യാനും സാധിക്കണം, അല്ലെ അതിനെ തിരിച്ചറിയാനും സാധിക്കണം. ഇറ്റ് ഈസ് യൂഷ്വലി സിമ്പിൾ. സാധാരണ രീതിയിൽ അത് വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് യൂഷ്വലി സിമ്പിൾ. It's usually one of the character defects we have talked about. അപ്പൊ അത് എന്താണ് വിട്ടുകൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ് എന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിരുന്ന സ്വഭാവ ദൂഷ്യങ്ങൾ തന്നെയാണ്. How this spirituality of subtraction works was started beautifully by Meister Eckhart, a 14th century mystic. It is said that nature abhors a vacuum. I tell you God abhors a vacuum and cannot abide a vacuum anywhere on earth. So empty yourselves of self and you automatically fill it with God. ഞാൻ എന്നുള്ളത് വിട്ടുകൊടുത്തുകൊണ്ടിരുന്നാൽ അവിടെ ദൈവീകമായിട്ടുള്ള ദൈവം എന്നുള്ള ആ ഒരു സംഭവം എന്നിലേക്ക് നിറയും എന്ന് പറയുകയാണ്. സോ എംപ്റ്റി യുവർ സെൽഫ്. അപ്പൊ അവിടെ ഞാൻ എന്ന് പറയുന്നത് മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. ഇതേപോലുള്ള നെഗറ്റീവ് ക്വാളിറ്റീസ് ആയിട്ടുള്ള സെൽഫ് സീക്കിംഗ് ആയിട്ടുള്ള ഞാനെ ഒഴിവാക്കണം. വിട്ടുകൊടുക്കുമ്പോഴാണ് അവിടെ ഇതേപോലുള്ള സ്നേഹത്തിന്റെയും പരിഗണനയുടെയും ക്ഷമയുടെയും ഒക്കെ ദൈവികമായിട്ടുള്ള ക്വാളിറ്റീസ് എൻ്റെ ഉള്ളിലേക്ക്
നിറയുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ നിർത്താം. ഇതൊരു നല്ലൊരു ഒരു ഇതോടുകൂടി, ഒരു പോയിന്റോടുകൂടി ഇവിടെ നിർത്താം. നമുക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യണമെങ്കിൽ ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ലക്ഷ്മണേട്ടാ. ഓക്കെ, ആർട്ടിക്കിൾ എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഷിബു, ഞാനൊരു ആൽക്കോളിക്കാണ്. ഏതായാലും നന്നായി. വീട് വൃത്തിയാക്കുന്നതിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ ഒരു മൈൻഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ, പഴയ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ശുദ്ധീകരിച്ച് നമ്മുടെ ഡിവൈൻ പാലി, നമ്മളെ പവർലെസ് ആണ്. അപ്പൊ പവർ ഉള്ള ഒരു ഗോഡ് ഹാസ് ബി അണ്ടർസ്റ്റുഡ് ഹിം എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തെ കണ്ടെത്താൻ തയ്യാറാവുക. നമ്മുടെ ഉള്ളിലുണ്ട്, എല്ലാ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഉള്ളിൽ ദൈവമുണ്ട് എന്നാണ് പറയാം. അപ്പൊ അതിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പല ഷെയറിങ്ങുകളും കേൾക്കുന്നതാണ്. അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ജോസഫ് മാഷ് ഉണ്ടോ? ജോസഫ് മാഷ് പോയോ? ഇല്ലല്ലോ. ജോസഫ് തൊടുപുഴ, ജോസഫ് വയനാട്, എല്ലാവരും രണ്ടു വാക്ക് സംസാരിക്കുകയും. ജോസഫ് സാർ എന്നതിനെ കുറിച്ച്, മധ്യാസക്ത രോഗത്തെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കാന്ന് പറഞ്ഞിരുന്നു. പറയൂ. ഹലോ, കേൾക്കാമോ? എൻ്റെ പേര് ജോസ്. ഞാനൊരു മദ്യാസക്തനാണ്. ഈ ഈശ്വരാനുഗ്രഹം കൊണ്ടും ആൽക്കഹോൾസ് അനോണിമസിന്റെ സഹായത്താലും ഒന്നും കുടിച്ചിട്ടില്ല. ഓക്കെ, ഹൈ ഹൈ. പറഞ്ഞ കേട്ടു. എല്ലാവർക്കും ഹൈ. നാട് വൃത്തിയാക്കുന്നേക്കാളും ഇച്ചിരിയുടെ വിഷമാണ് വീട് വൃത്തിയാക്കാൻ. അതാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം. എന്താണെങ്കിലും ഞാനതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ മദ്യാസക്തനാണെന്ന് പറഞ്ഞത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുടിക്കുന്നവർക്ക് മുഴുവനും, കുടിക്കുന്ന ആളുകൾക്ക് മൊത്തം പ്രശ്നങ്ങൾ ഉണ്ടാകാറില്ല. കുടിക്കുന്ന ചുരുക്കം ചില ആളുകളിൽ, അത് ചില ഓരോ പ്രദേശത്തിനനുസരിച്ച് ഒരു ശതമാനത്തിന്റെ കണക്കൊക്കെ പറയാറുണ്ട്. അതിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇത്